യഥാർത്ഥത്തിൽ കള്ളത്വരീഖത്തുകാരനായ നൗഷാദിന്റെയും വഹാബികളുടെയും വാദം മക്കാ മുശ്രിക്കുകളുടെ വാദമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗഷാദ് കുരുവട്ടൂരിയും കൂട്ടരും വഹാബിസത്തിലേക്ക് പോവുകയാണ്. വഹാബികളുമായി ധാരണാപത്രത്തിൽ കുരുവട്ടൂരി നൗഷാദും കൂട്ടരും ഒപ്പുവെച്ചിരിക്കുകയാണ്. ഹാഫിദിന്റെ ഗതി അധോഗതിയുമാണ്. അതിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എൻ്റെ വീഡിയോയുടെ തൊട്ടു മുമ്പിൽ കാണുന്ന ആ അപേക്ഷ തള്ളിക്കളയരുത്. പല വീഡിയോയിലും അത് വിട്ടുവെങ്കിലും കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉണർത്തുകയാണ്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന പണ്ഡിതനാണ്. വലിയ വിഷമത്തിലാണ്. ഒക്ടോബറിൽ വിവാഹം നടക്കാനിരിക്കുകയാണ്. ഒന്നും ആയിട്ടില്ല. ഒരു മുറിയെടുക്കണം. അതിനെത്രയാണ് രൂപ വേണ്ടതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം വഹാബികളിൽ നിന്നോ ജൂതന്മാരിൽ നിന്നോ പണമൊന്നും ലഭിക്കാനില്ല. നമ്മുടെ കഴിവിനനുസരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും നമുക്കില്ല. അതുകൊണ്ട് ആ അപേക്ഷ അവഗണിക്കാതെ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി സഹായിക്കണമെന്ന അപേക്ഷയോടെ വിഷയത്തിലേക്ക് പോവുകയാണ്. നൗഷാദ് കുരുവട്ടൂരി പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും ചീത്ത പറയാനാണ് ഏറെ സമയം കണ്ടെത്തുന്നത്. പ്രധാനമായും പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും AP ഉസ്താദിനെയും ഇപ്പോൾ അതിലേറെ അതിര് കടന്ന് താജുൽ ഉലമയെ അടക്കം ചീത്ത പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വഹാബികളാണെന്ന് ജൽപ്പിച്ചുകൊണ്ട് വഹാബിസത്തിലേക്ക് കുടിയേറാനുള്ള കുതന്ത്രം പ്രയോഗിക്കുകയാണ് നൗഷാദ് കുരുവട്ടൂരി. പേരോട് ഉസ്താദിനെ വഹാബിയാക്കാൻ പേരോട് ഉസ്താദിന്റെ ഒരു വാചകം കേൾപ്പിക്കാറുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്നലെ ഞാൻ വെറുതെ പറയാല്ലേ, നിങ്ങളെ കേൾക്കി, എന്നിട്ട് ഞാൻ അതിനെ കുറിച്ച് പറയാം. ഒന്ന് വെച്ചു കൊടുക്കണം. ഈ മക്ബറയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആളുകൾ വന്ന് സുബ്ഹാനല്ലാഹ് കോഴിയും പത്തിരിയും ഒക്കെ മുതഅല്ലിമീങ്ങൾ കൊടുക്കുന്ന പതിവുണ്ട്. അങ്ങനെ കൊടുത്തിട്ട് ചിലരെ രോഗം മാറിയത് എന്നോട് തന്നെ ചിലര് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ മക്ബറയിൽ കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ? ഇല്ല ഇല്ല, അല്ലാഹുവാണ് രോഗം മാറ്റുന്നവൻ. എന്നാൽ അമ്പിയാക്കളും മൗലിയാക്കളും ജാറങ്ങളും ഒക്കെ നിമിത്തങ്ങളാണ്, കാരണങ്ങളാണ്. കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്. അതെ, ഇതൊക്കെ നിമിത്തങ്ങളാണ്. മരുന്ന് നിമിത്തമായതുപോലെ, ഡോക്ടർ നിമിത്തമായതുപോലെ അമ്പിയാക്കളും അവരെ മൗലിദത്തുകളും നിമിത്തമാകും. ഔലിയാക്കളും കറാമത്തുകളും നിമിത്തമാകും. അത് അവരെ വഫാത്തിന് മുമ്പും ശേഷവും ഒക്കെ നടക്കും. സംശയം വേണ്ട. എത്ര വ്യക്തമാണ് പേരോട് ഉസ്താദിന്റെ ആ പ്രഭാഷണം. അചഞ്ചലമായ തൗഹീദിന്റെ കാഹളമാണ് ആ മുഴങ്ങിക്കേട്ടത്. അതിനെ നൗഷാദ് ചോദ്യം ചെയ്യുന്നത് ഒന്ന് കേട്ടു നോക്കാം. എത്ര വലിയ അബദ്ധാണ് പറയുന്നത്. മരുന്ന് നിമിത്തമായ പോലെ അമ്പിയാക്കൾ ഔലിയാക്കൾ നിമിത്തമാണ്. ഈ മക്ബറയിൽ കിടക്കുന്ന മഹാനൊരു കഴിവില്ല, അതൊക്കെ നിമിത്തമാണ്. നാം ഓലയിൽ പഠിച്ചു വെച്ചോളൂ. മരുന്ന് അതുപോലെ എല്ലാ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും. ഔലിയാക്കന്മാര് സഹായിക്കുന്നത് അവർക്ക് നൽകപ്പെട്ട ഖുദ്റത്തിൽ നിന്നാണ്. പേരോട് ഉസ്താദ് വലിയൊരു അബദ്ധം പറഞ്ഞിരിക്കുന്നു എന്നാണ് നൗഷാദ് കുരുവട്ടൂരി പറയുന്നത്. കാരണം എന്താണ്? നൗഷാദ് വഹാബിസത്തിലേക്ക് എത്തിയിരിക്കുന്നു. വഹാബിസത്തിന്റെ ആശയം പേറിയിരിക്കുന്നു. എല്ലാ കള്ളത്വരീഖത്തുകാരുടെയും സ്വഭാവം അത് തന്നെയാണ്. കള്ളത്വരീഖത്തുകാര് വഹാബി ആശയം പേറുന്നവരാണ്. വഹാബികളുടെ ആശയമാണ് നൗഷാദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഔലിയാക്കൾക്ക് ചില കഴിവുകൾ മുൻകൂട്ടി തന്നെ അല്ലാഹു തആല നൽകിയിരിക്കുന്നു. ആ കഴിവുകൾ നിയന്ത്രിക്കുന്നത് ഔലിയാക്കൾ തന്നെയാണ്. ഇനി അല്ലാഹുവിന് ഒരു റോളുമില്ല എന്നാണ് നൗഷാദ് കുരുവട്ടൂരിയുടെ വാദം. അതിനുദാഹരണമായി നൗഷാദ് കുരുവട്ടൂരി കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, മൊബൈൽ ഫോൺ. ഇത് തന്നെയാണ്
വഹാബികളുടെയും വാദം പോരാ, വഹാബികളുടെയും കള്ളത്വരീഖത്തുകാരുടെയും നേതാക്കളായ അഥവാ നൗഷാദിന്റെയും ഹാഫിദിന്റെയും ഒക്കെ നേതാക്കളായ അബൂജഹലിന്റെ വാദമാണ്, മക്ക മുശ്രിക്കുകളുടെ വാദമാണ്. നൗഷാദ് കുരുവട്ടൂരിയുടെ വാദം ഔലിയാക്കൾക്കാണ് അല്ലാഹു തആല മുൻകൂട്ടി തന്നെ ചില കഴിവുകൾ കൊടുത്തത്, അതിൽ അല്ലാഹുവിന് യാതൊരു അധികാരവുമില്ല എന്നാണെങ്കിൽ വഹാബികളുടെ വാദം ഡോക്ടർക്കും അതുപോലെ സാധാരണക്കാരായ ആളുകൾക്കുമാണ് ചില കഴിവുകൾ അല്ലാഹു തആല മുൻകൂട്ടി നൽകിയിരിക്കുന്നത്. അവരുടെ കഴിവിൽ അല്ലാഹുവിന് യാതൊരു അധികാരവുമില്ല. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. ഒരു ഡോക്ടറെ കൊണ്ടുപോയി നമ്മൾ ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു നമ്മുടെ മകളെ. ഇപ്പൊ ഡോക്ടർമാരൊക്കെ കഴിയുക, അവസാനം ഏത് ഡോക്ടറും പറയും അതിന് ജാതി മതമൊന്നുമില്ല. ബാലൻ ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ, ജോസഫ് ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ, മുഹമ്മദ് ഡോക്ടർ അങ്ങനെ. അവർ പറയുന്നത് ഞങ്ങളെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചു. ഇനി നിങ്ങൾ ദൈവത്തോട് പറയും. അപ്പൊ മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുന്നിടത്ത് നിന്നാണ് പ്രാർത്ഥന. കേട്ടില്ലേ സഹോദരങ്ങളെ, മുൻകൂട്ടി തന്നെ ഡോക്ടർമാർക്കും മറ്റു സാധാരണക്കാർക്കും അല്ലാഹു ചില കഴിവുകൾ നൽകിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്തതുപോലെ ഡോക്ടർമാർക്ക് കഴിവുകൾ കൊടുത്തു കഴിഞ്ഞു, സാധാരണക്കാർക്ക് കഴിവുകൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ആ കഴിവുകളിൽ അല്ലാഹുവിനൊരു അധികാരവുമില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ ചികിത്സ തേടുന്ന കാലത്തോളം അല്ലാഹുവിനെ ആരാധിക്കാൻ പാടില്ല. ഇനി ആരാധിക്കണമെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കിട്ടണം. അല്ലാഹു തആലക്ക് നിയന്ത്രണാധികാരമില്ലാത്ത ഞങ്ങളുടെ കഴിവ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തോട് പറയാം. അപ്പോൾ മാത്രമാണ് ദൈവത്തോട് പറയേണ്ടതെന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. ഇതേ വാദം തന്നെയാണ് ഔലിയാക്കളെ സംബന്ധിച്ച് നൗഷാദ് കുരുവട്ടൂരിയും പറഞ്ഞിട്ടുള്ളത്. ഒരു സാധാരണക്കാരന്റെ അധികാരം പോലും അല്ലാഹുവിനില്ലെന്നാണ് നൗഷാദ് കുരുവട്ടൂരി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നൗഷാദ് കുരുവട്ടൂരി ആകുന്നതിന് മുമ്പ്, കള്ളത്വരീഖത്തിൽ പോകുന്നതിന് മുമ്പ് അവന്റെ വാദമൊന്ന് നമുക്ക് കേട്ടു നോക്കാം. ഞങ്ങൾ വിശന്നാൽ ഭക്ഷണം കഴിക്കുന്നു. നിങ്ങളെ വിശ്വാസം പഠിച്ചോ, ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല. വിശപ്പ് മാറ്റുന്നവൻ അല്ലാഹുവാണ്, ഭക്ഷണം കാരണമാണ്. പഠിച്ചു വെച്ചോ മൗലവിമാരെ തൗഹീദ്. ഞങ്ങളെ രോഗമായാൽ ഡോക്ടറെ സമീപിക്കുന്നു. ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല. രോഗം മാറ്റുന്നവൻ അല്ലാഹുവാ, ഡോക്ടറും മരുന്നും കാരണമാണ്. ഇത് ഞങ്ങളെ അചഞ്ചലമായ തൗഹീദിന്റെ വിശ്വാസമാ. അബദ്ധമായ സംസാരമാണ് പേരോട് ഉസ്താദ് നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞ അതേ നൗഷാദ് തന്നെ പേരോട് ഉസ്താദ് പറഞ്ഞ അതേ വാചകം പറയുന്നു. തുടർന്ന് കേൾക്കുക. ശൈഖ് ജീലാനിയോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോ ശൈഖ് ജീലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അല്ല തേടാൻ പറഞ്ഞതുകൊണ്ട് തേടിയതാ. ശൈഖ് ജീലാനി കാരണമാണ്. രോഗം മാറ്റിയത് അല്ലാഹുവാണ്. യുദ്ധത്തിൽ കണ്ണ് നഷ്ടപ്പെട്ട സ്വഹാബിക്കറിയാ കാഴ്ച തരുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഓടിപ്പോയിട്ട് നബിയെ കണ്ണ് നഷ്ടപ്പെട്ടു പോയി. കണ്ണങ്ങ് കയ്യിൽ കൊടുത്തപ്പോ ആ കണ്ണങ്ങ് പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ അല്ലാഹുവിന്റെ റസൂല് നിർവഹിച്ചപ്പോ കണ്ണ് തിരിച്ചു കിട്ടിയില്ലേ? തിരിച്ചു കൊടുത്തത് അല്ലാഹുവാണ്. റസൂലുള്ളാഹിന്റെ കയ്യിന്റെ സ്പർശനമാതിന്റെ കാരണം. പഠിച്ചു വെച്ചോ. സുന്നിയായ സമയത്ത് നൗഷാദ് പറഞ്ഞത് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒരു കഴിവുമില്ല, അവരൊക്കെ കാരണങ്ങൾ മാത്രമാണ്. ആ കാരണത്തെ സമീപിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ചെയ്തു തരുന്നത് അല്ലാഹുവാണ്. അതിന് കാരണക്കാർ മാത്രമാണ് അമ്പിയാക്കളും ഔലിയാക്കളും എന്നാണെങ്കിൽ, കള്ളത്വരീഖത്തിലേക്ക് പോയപ്പോൾ വഹാബി ആശയം പറയേണ്ടി വന്നു. അല്ലാഹുവിന് ഔലിയാക്കളുടെ കഴിവിൽ ഒരു റോളുമില്ല എന്ന് പറയേണ്ടി വന്നു. മൊബൈൽ ഫോണ് അതിനുദാഹരണമായി കൊണ്ടുവന്നു. ചോദിക്കട്ടെ നൗഷാദെ,
പേരോട് ഉസ്താദ് പറഞ്ഞതുപോലെ നീ പറഞ്ഞതാണോ മശായിഖന്മാരുടെ നിർദ്ദേശപ്രകാരം നീ പറഞ്ഞിട്ടുള്ളത്? അതല്ല വഹാബി ആശയം അനുസരിച്ച് നീ പറഞ്ഞതാണോ മശായിഖന്മാരുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞിട്ടുള്ളത്? ഏത് വാദമാണ് മശായിഖന്മാർക്കുള്ളത് എന്നുകൂടി അറിയിക്കണം. യഥാർത്ഥത്തിൽ കള്ളത്വരീഖത്തുകാരനായ നൗഷാദിന്റെയും വഹാബികളുടെയും വാദം മക്കാ മുശ്രിക്കുകളുടെ വാദമാണ്. അവരുടെ തൽബിയത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, നിനക്കിതാ ഉത്തരം ചെയ്യുന്നു, നിനക്ക് പങ്കുകാരില്ല, ഒരു പങ്കാളി ഒഴികെ. ആരാണ് ആ പങ്കാളി? ആ പങ്കാളിയെയും അവൻ ഉടമയാക്കിയതിനെയും നീ ഉടമയാക്കും. അങ്ങനെ ഒരു പങ്കാളി നിനക്കുണ്ടെന്നാണ് മക്കാ മുശ്രിക്കുകൾ അവരുടെ തൽബിയത്തിലൂടെ പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനം തന്നെയല്ലേ നൗഷാദ് കുരുവട്ടൂരിയും വഹാബികളും പറയുന്നത്? വഹാബികൾ സാധാരണക്കാരായ ആളുകൾക്ക് ചില കഴിവുകൾ വകവെച്ചു കൊടുക്കുമ്പോൾ, ആ കഴിവിന്റെ ഉടമാവകാശം സാധാരണക്കാർക്ക് വകവെച്ചു കൊടുക്കുമ്പോൾ, നൗഷാദ് കുരുവട്ടൂര് ചെയ്യുന്നത് ഔലിയാക്കൾക്ക് അള്ളാഹു നൽകിയ കഴിവുകൾ ഔലിയാക്കളുടെ ഉടമാവകാശത്തിലുള്ളതാണെന്ന് വാദിക്കുന്നു. രണ്ട് വിഭാഗവും ചെന്നു ചേരുന്നത് മക്കാ മുശ്രിക്കുകളിലേക്കാണ്. അഥവാ കുരുവട്ടൂരിസവും വഹാബിസവും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ചങ്കൂറ്റത്തോടെ ആണത്വത്തോടെ നട്ടല് നിവർത്തി വെച്ചുകൊണ്ട് വാളക്കുളം അബ്ദുൽ അസീസ് സഖാഫി ഉസ്താദിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാരും ഈ എളിയവനും അനസ് മൗലവിയുടെ സംവാദത്തിനുള്ള വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. ഈ സംവാദം എന്ന് പറഞ്ഞാൽ റെഡിയാണ്. തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തിൽ ഒരു സംവാദം നടത്താൻ, അനസുമായി സംവാദം നടത്താൻ ഞാൻ റെഡിയാണ് എന്നാണ് താങ്കൾ ഡേറ്റ് അറിയിച്ചോളൂ എന്ന് പറഞ്ഞിട്ടും അത് കാണാതെ നടിച്ചുകൊണ്ട് വഹാബികളെ പോലെ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നൗഷാദിന്റെ ആ പോസ്റ്റർ നിങ്ങൾ കാണുക. കൊപ്പത്ത് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? സുന്നികൾ വഹാബികളുമായിട്ടുള്ള സംവാദത്തിൽ നിന്ന് ഒളിച്ചോടിയത്രേ. വഹാബികളോട് അച്ചാരം വാങ്ങിയിട്ട് കളവ് പ്രചരിപ്പിക്കുകയാണ്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒളിച്ചോടേണ്ട ഒരു സമയവും ഉണ്ടായിട്ടില്ല. വഹാബികളാണ്, കുരുവട്ടൂരികളാണ് പലയിടത്തും ഒളിച്ചോടിയിട്ടുള്ളത്. സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒളിച്ചോടേണ്ട ഒരു ഗതികേട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നൗഷാദെ നീ അതൊന്ന് കാണിക്കണം. നാദാപുരത്ത് വെച്ചുകൊണ്ട്, കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട്, പൂനൂര് വെച്ചുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർ കുരുവട്ടൂരി നൗഷാദെ നിന്റെ നേതാക്കളോട് ഏറ്റുമുട്ടിയത് നീ മറന്നു പോകരുത്. അതിന്റെ പേരിൽ ഞങ്ങളുടെ മഹാനായ നേതാവ് ഹസൻ മുസ്ലിയാർ വഫാത്താകുന്ന സമയത്ത് കാഫറാണെന്ന് കത്തെഴുതിയ നിന്റെ ഉമർ മൗലവിയെ നീ മറന്നു പോകരുത്. നൗഷാദ് കുരുവട്ടൂരി അവരോട് അച്ചാരം വാങ്ങിയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ സുന്നത്ത് ജമാഅത്തിനെതിരെ കുതിര കയറാമെന്ന വ്യാമോഹം വേണ്ട. വഹാബികളുമായി കുരുവട്ടൂരി നൗഷാദ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നതിന് ഇതിൽ പരം മറ്റെന്ത് തെളിവാണ് വേണ്ടത്? വഹാബികളെ അങ്ങേയറ്റം വെറുത്ത CM വലിയുല്ലാഹിയെ ധിക്കരിച്ചാൽ CM വലിയുല്ലാഹിയുടെ ആളാകുമോ? വഹാബികളുമായിട്ടുള്ള സംവാദത്തിൽ സുന്നികൾ ഒളിച്ചോടുന്നു എന്ന് വഹാബികളെ പുകഴ്ത്തി പറയാൻ CM വലിയുല്ലാഹിയുടെ നിർദ്ദേശമാണോ? അതോ നിന്നെ പിഴച്ചതിലേക്ക് കൊണ്ടുപോയ പിഴച്ചവനായ നിന്റെ ഹാഫിദിന്റെ നിർദ്ദേശമാണോ? കൊപ്പത്ത് വെച്ചുകൊണ്ട് വഹാബികളെ പുകഴ്ത്തുമ്പോൾ നീ അതൊന്ന് തുറന്നു പറയണം. വഹാബികളോടൊപ്പം ചേർന്ന് സുന്നികളെ തകർക്കാമെന്ന വ്യാമോഹത്തോടെ ശംസുൽ ഉലമക്ക് എന്ത് പിഴച്ചു എന്ന് ചോദിച്ചുകൊണ്ട്
സുന്നികളെ തമ്മിലടിപ്പിക്കാമെന്ന വ്യാമോഹം നിനക്ക് വേണ്ട. അതിനുവേണ്ടി വഹാബികളോട് വാങ്ങിയ അച്ചാരം തിരിച്ചു കൊടുക്കലായിരിക്കും നിനക്ക് നല്ലത്. അതുപോലെ CM വലിയുള്ളാഹി ഞങ്ങളുടെ നേതാവായ താജുൽ ഉലമയോട് പറഞ്ഞ അൻതാലൽ ഹഖ് എന്ന വാചകത്തിന്റെ അർത്ഥം പഠിപ്പിക്കാൻ വഹാബിസത്തിലേക്ക് ചേക്കേറിയിട്ടുള്ള ആ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുള്ള ഈ പഠിപ്പിക്കാൻ വരേണ്ടതില്ല. നിന്റെ ശൈഖിനാണ് ആ അർത്ഥം തെറ്റിയതെങ്കിൽ ശൈഖിന് പഠിപ്പിച്ചു കൊടുക്കുക. അല്ല, മുരീദായ നിനക്കാണ് തെറ്റ് പറ്റിയതെങ്കിൽ ശൈഖിനോട് പഠിപ്പിച്ചു തരാൻ പറയുക. എന്നിട്ട് മതി സുന്നികളുടെ മേൽ കുതിര കയറൽ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.